ശ്രീ വി ഗോപാലകൃഷ്ണൻ ഈ സ്വർണ്ണപ്പാളിക്ക് പകരം അതിനപ്പുറത്ത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് എന്ന ഒരു മൊഴി എൻ വാസുവിൻ്റെതായി ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഉന്നതങ്ങളുടെ അറിവോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയിട്ടുള്ളത്, കൊടുത്തുവിട്ടത് എന്ന് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയെന്ന് പറയുന്നു. ഇവിടെ അറസ്റ്റിലായിരിക്കുന്ന, ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറയുന്നു, ഈ സ്വർണം പൂശണം എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തുവിടണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അതായത് ഈ സർക്കാർ ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു ഫയൽ, അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയത് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന് BJP കരുതുന്നുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ്റെ പക്കലേക്ക് ഇതിൻ്റെ അന്വേഷണം എത്താതെ പോകാൻ സാധ്യമല്ല. പക്ഷേ എത്തിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം കാണിക്കുന്ന ഈ തരികിട വിദ്യയൊന്നും പിണറായി വിജയൻ്റെ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ശബരിമല വിശ്വാസികൾക്ക്, ശബരിമല അയ്യപ്പൻ്റെ ഭക്തന്മാർക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ പത്മകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സ്വർണ്ണപ്പാളിയല്ല, അത് ചെമ്പാണ്, അത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൈപ്പടയിൽ, അതായത് പത്മകുമാറിൻ്റെ കൈപ്പടയിൽ, മഹസറിൽ അങ്ങനെയാണല്ലോ, റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്, പത്മകുമാറിൻ്റെ കൈപ്പടയിലാണ് ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് വാസുവിൻ്റെ അടക്കം ഉള്ള മൊഴികൾ വെച്ച് നോക്കുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ഈ പത്മകുമാറിനെ ഒരു ഓർഡിനൻസ് വഴി, നിങ്ങൾ എങ്ങനെയാണ് പത്മകുമാറിനെ കൊണ്ടുവന്നത് എന്നും കൂടി ആലോചിക്കണം. ഞാൻ അതും കൂടി പറയാൻ ആഗ്രഹിക്കുക. CPM-കാർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയുമായിട്ട് ബന്ധമില്ല. കടകംപള്ളിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. അതായത് അതിന് സർക്കാരിൻ്റെ അറിവോടെയല്ല ദേവസ്വങ്ങൾ നടക്കുന്നത് എന്നാണ്. പക്ഷേ സർക്കാരിൻ്റെ കടകംപള്ളി പറഞ്ഞത് ശ്രീ പി ഗോപാലകൃഷ്ണൻ, ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റേത് മാത്രമാണ്, അതിൽ ഇന്നത് പൂശണം, സ്വർണ്ണപ്പാളി പിന്നെ ഇത് ചെയ്യണമെന്നൊന്നും സർക്കാർ അറിയില്ല, ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും ഭരണസമയത്ത് മുന്നിൽ വന്നിട്ടില്ല. ഇതാണ് കടകംപള്ളി പറഞ്ഞത്. അതെ, ഞാൻ കടകംപള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഞാനും പറയുന്നത്. കടകംപള്ളി പറയുന്നതുമായിട്ട് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് UDF മന്ത്രിസഭയിൽ നിന്ന് LDFൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പം ഏതാണ്ട് ഒരു വർഷം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് കാലാവധി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡിൽ ആ ഒരു വർഷത്തെ കാലാവധി എടുത്ത് കളഞ്ഞ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ പത്മകുമാർ എന്ന് പറയുന്ന മുൻ CPM MLA, പത്തനംതിട്ടയിലെ സമുന്നതനായ CPM നേതാവിനെ അവരോധിച്ചതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ് ശബരിമലയെ ലൂട്ട് ചെയ്യുക, കൊള്ള ചെയ്യുക എന്ന താല്പര്യത്തോടെ തന്നെയാണ്. അവിടെ ഞങ്ങൾക്ക് ദേവസ്വവുമായിട്ട് അങ്ങനത്തെ ബന്ധമില്ല, ഡേ ടു ഡേ ദേവസ്വം എടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ ഇപ്പം പറയുന്നത് തക്കട തരികട പരിപാടിയാണ്. അവിടെ പത്മകുമാറിനെ എന്തിനു കൊണ്ടുവന്നു? ഈ ഒരു വർഷം കാലാവധി നിലനിൽക്കുമ്പോൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനുള്ള കാരണമെന്ത്? അത് ആദ്യം പറയണമല്ലോ. അതെന്തിനാ കാരണം? എന്താ ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? ഞങ്ങൾക്ക് ദേവസ്വം സ്വതന്ത്രമാണ്, ദേവസ്വമെങ്കിൽ സ്വതന്ത്രമായിട്ട് ഭരിച്ചോട്ടെ. സ്വതന്ത്രമായി ഭരിക്കാൻ വേണ്ടി ഒരാൾ ദേവസ്വം പ്രസിഡന്റ് ഉണ്ടല്ലോ. ആ ദേവസ്വം പ്രസിഡന്റിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം ഇല്ലാതാക്കി വേറൊരാളെ കൊണ്ടുവന്നത് എന്തിന്? അപ്പോൾ വളരെ കൃത്യമാണല്ലോ CPM-ൻ്റെ സ്വാധീനം. CPM എന്ന് പറയുന്ന പാർട്ടി, മന്ത്രിസഭ, പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ വളരെ ബോധപൂർവമാണ് ഈ പത്മകുമാറിനെ പ്രയാറുമായി ഉണ്ടായ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ കാരണമായിട്ടുണ്ട്, താങ്കൾക്കറിയാമല്ലോ. പല പ്രശ്നങ്ങളും കാരണമാവും. പക്ഷേ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ കടകംപള്ളി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനമാണ്. അത് സ്വതന്ത്രമായി നടക്കുന്ന തീരുമാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി തീരുമാനിച്ച ഒരാളെ കൊണ്ടുവരുന്നത്? എന്തിനാണെന്ന് ഓർഡിനൻസ് ഇറക്കിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്? അഭിപ്രായ വ്യത്യാസം വേറെ. സത്യസന്ധമാണ് കാര്യങ്ങളെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു നേർരേഖയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അയാളുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ആളെ വെച്ചാൽ പോരെ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഇതെന്താ, മനുഷ്യന്മാർക്കൊന്നും വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇത് പാർട്ടിയുടെ താല്പര്യമാണെന്ന്.
അന്ന് തൊട്ട് തന്നെ ഈ പത്മകുമാറും ഈ വാസുവും ഒക്കെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന കാലഘട്ടം തന്നെ ലൂട്ട് ചെയ്യാൻ വേണ്ടി, ശബരിമലയെ തകർക്കാൻ വേണ്ടി, ശബരിമലയിൽ കൊള്ള ചെയ്യാൻ വേണ്ടി, ശബരിമലയുടെ ആചാരം നശിപ്പിക്കാൻ വേണ്ടി, ശബരിമലയുടെ പ്രസിദ്ധി നശിപ്പിക്കാൻ വേണ്ടി എല്ലാ അർത്ഥതലങ്ങളിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വളരെ 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 ഗൗരവമായ കാര്യമാണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചു. ആ ലേഖനത്തിൽ പാർട്ടി പ്രവർത്തകർ പട്ടുടുത്തുകൊണ്ട്, വാള് പിടിച്ചുകൊണ്ട്, ചിലമ്പ് അണിഞ്ഞുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെയും നാം തടയണം. ലേഖനമാണെന്ന്. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാഗസിൻ്റെ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മാഗസിൻ്റെ ലേഖനമാണ്. താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. പട്ടുടുത്ത് വാള് പിടിച്ച് ചിലങ്ക ഇട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണിക്ക് പോകുന്ന സഖാക്കന്മാരെ തടയണം. അത് സംഘപരിവാറിലേക്കുള്ള വഴിയാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് അതാണ്. ഇത് തന്നെയാണ് ശബരിമലയുടെയും താല്പര്യം. ശബരിമലയിലേക്ക് കറുത്ത മുണ്ടുടുത്ത ആളുകൾ, ശബരിമലയിലേക്ക് മാലയിട്ട ആളുകൾ, CPM-ൻ്റെ സഖാക്കന്മാരുടെ മറ്റേ പ്രകടനത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്ന പ്രകടനത്തിൽ കറുത്ത മുണ്ടുടുത്ത ആളുകളുടെ സംഖ്യ കൂടുന്നു എന്ന് പാർട്ടിയുടെ സഖാക്കന്മാർ തീരുമാനിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേറൊരു വഴിയുമില്ല. അതിനെ തകർക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ആ ശബരിമലയുടെ സകലതും നശിപ്പിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പം സംഘപരിവാറുകാർ വെറുതെ പറയുന്നതാണ്, BJP വെറുതെ പറയുന്നതെന്ന് പറയും. ഞങ്ങൾ പണ്ട് പറഞ്ഞല്ലോ, ഒരു തരി സ്വർണം പോലും കാണിക്കയായിട്ട് നിങ്ങൾ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ അത് കൊള്ള ചെയ്ത് കൊണ്ടുപോവാണ്, സാധനം മുഴുവൻ കക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിച്ചു. മറ്റേ VD സതീശനടക്കം ഞങ്ങളെ വെല്ലുവിളിച്ചു. അങ്ങനെയൊന്നും ശബരിമലയിൽ നടക്കുന്നില്ല, കാരണം ഈ കൊള്ളയ്ക്കൊക്കെ ഇവന്മാരും കൂട്ടാം, അപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇത് അത്യന്തം കാരണം ഞങ്ങൾക്ക് ചില ഇൻഫർമേഷൻസ് ഉണ്ടെന്നേ. അതിനുള്ളിൽ ഇവരെ ഈ കൊള്ള ചെയ്യുന്നത് കണ്ട് മനം നൊന്ത് പൊട്ടിക്കരയുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ന് ശബരിമലയിൽ നിന്ന് എൻ്റെ പ്രിയ സുഹൃത്ത്, താങ്കൾ അറിയോ ഗോപികൃഷ്ണ, ഇന്ന് ശബരിമലയിൽ നിന്ന് എത്ര പോലീസുകാരെ എന്നെ വിളിച്ചതെന്ന്? ഞാനിപ്പോൾ അത് വെളിയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ശബരിമലയിൽ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ഇന്നലെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അറിയോ നിങ്ങൾക്ക്? ശബരിമലയിൽ ഒരു കാരണവശാലും ഈ ആംഡ് റിസർവ് പോലീസിൽ നിന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ ഒരാളെയും ശബരിമലയെ കയറ്റാൻ പാടില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തീരുമാനമായിട്ടുള്ളതാണ്, അത് നിയമമായിട്ടുള്ളതാണ്. ഞാൻ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പ്രസിഡൻ്റാണ്. പക്ഷേ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞവന്മാരെയാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ തല്ലുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ ചവിട്ടുന്നത്, അതുകൊണ്ടാണ് അയ്യപ്പന്മാരെ പിടിച്ച് തള്ളി വലിച്ചു കൊണ്ടുപോകുന്നത്. മാടുകളെ പോലെ. മാടുകളല്ല സർ അയ്യപ്പന്മാർ, മനുഷ്യരാണ്, വിശ്വാസികളാണ്. ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്നവരെ മാടുകളെ തല്ലുന്ന പോലെ തല്ലുകയാണ്. എന്താ കാരണം? ആര് പറഞ്ഞിട്ടാണ്? ആഭ്യന്തര വകുപ്പ് അങ്ങനൊരു സംഭവം കണ്ടാൽ നിർത്തണ്ടേ? അത് നിർത്തുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞങ്ങൾ കൃത്യമായി പറയുന്നു, ശബരിമലയെ തകർക്കണം. അതിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലാണ് പത്മകുമാറിനെ വിട്ടത്. ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് സ്വർണം ചെമ്പാക്കിയത്. ആ പത്മകുമാറാണ് അവിടെ പോയിട്ട് ഈ ആചാരവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആരോപിക്കുകയാണ്. അത് ആരോപണമാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം, എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഈ ശബരിമലയിലേക്ക് കേരളീയരെക്കാൾ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ആളുകൾ. കേരളീയരെക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നത് ശബരിമലയിലെയും ആന്ധ്രയിലെയും ആളുകൾ. ഒരു പരിധിവരെ സംഘപരിവാറുകാരൻ്റെ വാക്കുകളാണ്. അതിനെ നിങ്ങൾ മുഖവിലക്കെടുക്കാൻ ഒരു പക്ഷേ വിഷമമുണ്ടാവും. പക്ഷെ ഞങ്ങൾ പറയുന്നു, ആന്ധ്രയിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത്. ഇന്ന് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മതപരിവർത്തനത്തിന് വിഘാതം നിൽക്കുന്നത് ഈ ശബരിമലയാണ്. ശബരിമല നമ്മുടെ വിഷയം ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ, അന്വേഷണങ്ങൾ, അത് ആരുടെ അടുത്തേക്ക് പോകുന്നു? അതിൽ ഇനി വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഇതിന്റെ പേരിൽ ഇനി നിയമത്തിന് മുന്നിൽ ആരൊക്കെയാണ് വരാനുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. അല്ലല്ല, താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇല്ല, ഞാൻ ശബരിമല അയ്യപ്പൻ്റെ വിഷയം വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ശബരിമല അയ്യപ്പൻ്റെ വിഷയം ജീവിതത്തിൽ ഇന്നുവരെ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരുത്തനാണ് ഞാൻ. ഇന്ന് വരെ അയ്യപ്പനെ കാണാത്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ഭക്തനാണ് ഞാൻ. എനിക്കൊക്കെ അത് കാണുമ്പോൾ സങ്കടമുണ്ട് സാർ.
അപ്പം നിങ്ങളെ പോലെയുള്ള മാധ്യമക്കാരോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതല്ല, നിങ്ങളല്ലേ അതൊക്കെ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഇപ്പോൾ അത് കാണുമ്പോൾ ഒരു ചങ്ക് വാർത്താ പൊട്ടുകയാണ്. സമ്മേളനം വിളിച്ച് അതുകൊണ്ടാണ് പറയാം, അത് പറഞ്ഞത്. താങ്കൾക്ക് ശരി, ഞാൻ പ്രതികരണങ്ങൾ അവിടെ ആരായുമ്പോൾ നിർത്തി. പറയാം. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു അല്ല, ദിശ ഞാൻ- താങ്കൾ മാറ്റിക്കളഞ്ഞു. കാരണം അല്ല, ജയിക്ക് ഞാൻ- വന്നിട്ടുണ്ട്, ഞാൻ നമ്മൾ അവിടെ- ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഞാൻ ജയിക്കിന് ചർച്ച- പറയാനുള്ളത് ഞാൻ- എന്താ ഇല്ല, നമുക്ക് കേൾക്കണം. ഇല്ല അല്ല, ഒരു മിനിറ്റ് ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഇത് പോകുന്നത് കടകംപള്ളി, ഞാൻ അതിലേക്ക് തന്നെ വരുന്നു. ഇത് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. മന്ത്രിമാരറിയാതെ, ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും ഒന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് CPM-ൽ, കോൺഗ്രസ്സിലാണ് ഞാൻ അങ്ങനെ പറയില്ല. CPM-ൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വത്തിലെ ഒരു തൂപ്പുകാരൻ CPM നിർദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അവർ വരെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധം, ആ ബന്ധവും അവരുടെ അറിവുമല്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത അറസ്റ്റ് പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്താണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു കേരളത്തിലെ പോലീസുകാർ, ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ഇതൊക്കെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാരാണ്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇപ്പോൾ ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. സത്യസന്ധമായ അന്വേഷണം നടക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.